ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിക്ക് ബിസിനസ് തുടങ്ങാനായി 5 ലക്ഷം രൂപ സുധീഷ് തോമസ് ചേട്ടൻ്റെ ട്രാവൽസിൽ നിന്നും എടുക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സുധീഷിനെ. ഇതറിഞ്ഞ് ഞെട്ടിയ നിധി ദിവ്യയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി തോമസ് ചേട്ടന് കൊടുക്കുകയും തോമസ് ചേട്ടൻ പരാതി പിൻവലിക്കുകയും ചെയ്യുകയാണ്. സുധീഷിനെ ട്രാവൽസിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് അയാൾ. രാത്രി സുധീഷിനെയും കൂട്ടി ആ ട്രാവൽസിലേക്ക് പോവുകയാണ് നിധി. സുധീഷിനോട് തനിച്ചകത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞ് വിടുകയാണ് നിധി. നിധി വരുന്നില്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്നും സുധീഷ് തനിച്ചു പോയി സംസാരിക്കാനും പറയുകയാണ് നിധി. ഈ ഇരുട്ടിൽ തനിച്ച് നിൽക്കണ്ടെന്ന് സുധീഷ് പറയുകയാണ്. ആ സമയം ഞാൻ പണം തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ സുധീഷ് ഇപ്പോൾ ജയിലിലാകില്ലേ? അപ്പോൾ ഞാൻ തനിച്ചാകില്ലേ? അവിടെ അകത്തിരിക്കാൻ സ്ഥലമുണ്ട്, നിധി അവിടെ വെയിറ്റ് ചെയ്യുക, ഇവിടെ നിൽക്കണ്ടെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് നിധി. തോമസ് ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോവുകയാണ് സുധീഷ്. ദേഷ്യത്തോടെ ഇപ്പോൾ നീ എന്തിനാ വന്നത്? നീ ഇറങ്ങിപ്പോടാം, നിന്നെപ്പോലെ ഒരുത്തന് ഇവിടെ ജോലിയില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. പൊട്ടിക്കഴിഞ്ഞ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ മോഷ്ടിക്കുന്ന ആളൊന്നും അല്ല എന്ന് തോമസ് ചേട്ടന് നന്നായിട്ട് അറിയാലോ. എൻ്റെ കൺമുന്നിൽ നിധി അപമാനിക്കപ്പെട്ടു നിന്നു. ആ നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആണ് ഞാൻ ആ പണം എടുത്തത്. ആ പണം എടുത്തിട്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. തോമസ് ചേട്ടൻ അറിയുന്നതിന് മുമ്പേ പണം തിരിച്ചു വയ്ക്കാനായി എനിക്കറിയാവുന്നിടത്തെല്ലാം കടം ചോദിച്ചു. പക്ഷേ അതിനുള്ളിൽ തോമസ് ചേട്ടൻ അറിഞ്ഞു. തോമസ് ചേട്ടൻ വീട്ടിൽ വന്ന പണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറയാൻ പേടിയായിരുന്നു. തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് പൊട്ടിക്കരയാണ് സുധീഷ്. ഞാനാണ് പണം എടുത്തതെന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പണം ഉറപ്പായും തിരികെ വെച്ചേനെന്നും പറയുകയാണ് സുധീഷ്. എന്നോട് ക്ഷമിക്കുക തോമസ് ചേട്ടാ. സുധീഷിൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട് തോമസ് ചേട്ടൻ പറയുകയാണ്. സുധീഷ്, നീ കരയില്ലടാ. തോമസ് ചേട്ടാ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സുധീഷ്. എടാ കൊച്ചുകുട്ടികളെ പോലെ നീ ഇങ്ങനെ കരയാതെ, ഞാനൊക്കെ നടന്നു. നീ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ജോലിക്ക് വാന്ന് പറയുന്നുണ്ട് അയാൾ. ഞാൻ ജോലിക്കൊന്നും വരുന്നില്ല തോമസ് ചേട്ടാ, ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ പറയണമെന്ന് തോന്നി, അതിനാണ് ഞാനിപ്പോൾ വന്നത്. നീ എന്നോട് ക്ഷമ പറഞ്ഞല്ലോ, ഈ ജോലിയില്ലേ നീ വേറെന്ത് ജോലിക്ക് പോകാനാ? ദേ നോക്ക്, നാളെ മുതൽ ജോലിക്ക് വന്നേക്കണം. ഞാൻ പണ്ടത്തെ പോലെ പക്ഷെ നിന്നെ വിശ്വസിക്കില്ല. ആ സമയം പുറത്തേക്ക് നോക്കുന്ന തോമസ് ചേട്ടൻ നിധിയെ കാണുമ്പോൾ നിന്റെ ഭാര്യ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സുധീഷിനോട്. വന്നിട്ടുണ്ട്, പുറത്തിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് സുധീഷ്. പാവം ആ കുട്ടി, നീ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ അപമാനിക്കപ്പെടുന്ന കണ്ട് സഹിക്കാനാകാതെയാണ് നീ ഈ പണം എടുത്തതെന്ന്. നീ പണം എടുത്തപ്പോൾ അവൾ അപമാനിക്കപ്പെട്ടില്ലേ? നിന്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കാൻ എൻ്റെ മുമ്പിൽ വന്ന് അപേക്ഷിക്കുകയായിരുന്നു ആ കുട്ടി. നിനക്ക് വേണ്ടി അവൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറിയില്ലടാ. അതൊക്കെ ഒരപമാനം തന്നെയല്ലേന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് ചേട്ടൻ. ഇതൊക്കെ നീ ആലോചിക്കണ്ടേ സുധീഷേ? നിന്റെ ചേട്ടൻ സുഭാഷിനെ കുറിച്ച് നീ ചിന്തിച്ചോ? നിന്നെ സ്റ്റേഷനിൽ ഇറക്കാൻ നിന്റെ ഭാര്യ എന്തുമാത്രം കഷ്ടപ്പെട്ടു. നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടല്ലേ ആ കുട്ടി നിനക്ക് വേണ്ടി അതൊക്കെ ചെയ്തത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുക സുധീഷേ. നിന്റെ കുടുംബം നീ കാരണം ഈ സമൂഹത്തിൽ അപമാനിക്കപ്പെടരുത്. കണ്ണീരൊക്കെ തുടച്ച് നാളെ സന്തോഷമായിട്ട് ജോലിക്ക് വാന്ന് പറയുന്നുണ്ട് തോമസ് ചേട്ടൻ. ശരി തോമസ് ചേട്ടാ എന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് പോകുകയാണ് സുധീഷ്. രാത്രി റോഡിലൂടെ നടക്കുമ്പോൾ നിധി സുധീഷിനോട് വിശക്കുന്നുണ്ടോ സുധീഷിനെന്ന് ചോദിക്കുകയാണ്. ഇല്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ എന്തുപറ്റി സുധീഷ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. എന്നെ പുറത്തിറക്കാൻ നിധി നല്ലപോലെ കഷ്ടപ്പെട്ടു എന്ന് തോമസ് ചേട്ടൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്ക് തോമസ് ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. തോമസ് ചേട്ടൻ എന്നെ വഴക്ക് പറയാറുണ്ട്, പക്ഷേ ഇന്നലെ എന്നെ ഉപദേശിക്കുകയാണ് ചെയ്തത്. ഞാൻ വളരെ മോശമായാണ് പെരുമാറിയത്. ഞാൻ വെറും വേസ്റ്റാണ് നിധി. സ്വഭാവം മാറ്റണമെന്ന് കരുതി ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ 4 സ്റ്റെപ്പ് പിന്നിലേക്ക് വയ്ക്കുകയാണ്. നിധിയുടെ ലെവൽ വേറെയാ, എനിക്കൊന്നും അടുത്തുപോലും വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. ഇത് കേട്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി അതാണ് സത്യം. നിധിക്ക് നല്ല പഠിത്തമുണ്ട്, നല്ല ഭാവിയുണ്ട്, ആ കുടുംബത്തിന് നല്ലൊരു പേരുണ്ട്. എനിക്കൊന്നുമില്ല. ഇങ്ങനെ റൗഡിയെ പോലെ എന്നോടൊക്കെ നിധി ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. നിധി എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു, എൻ്റെ സഹോദരന്മാരോടും അച്ഛനോടും ഒക്കെ നല്ലപോലെ പെരുമാറുന്നു. നിധി വന്നതിന് ശേഷമാണ് എൻ്റെ വീടൊരു വീടായത്. ഇത്രയൊക്കെ ചെയ്യുന്ന നിധിയെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത്? വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് പറയുന്നുണ്ട് സുധീഷ്. പക്ഷേ ഞാൻ നിധിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വരെ വരുത്തി. ഞാൻ നിധിയെ നന്നായി നോക്കണം, സന്തോഷിപ്പിക്കണം. ഞാൻ മോശപ്പെട്ടവനാണ് നിധി, നല്ലവനല്ല. നിധിക്ക് മുന്നിൽ നല്ലവനാണെന്ന് തെളിയിക്കണം. ഇങ്ങനെയൊക്കെ സുധീഷ് കരഞ്ഞു പറയുമ്പോൾ സുധീഷ് എന്ന് വിളിക്കുന്നുണ്ട് നിധി. എൻ്റെ ആഗ്രഹം നിധി സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ കഴിയണം എന്നുള്ളതാണ്. തക്കലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നിധിക്ക് ചില സ്വപ്നങ്ങളില്ലായിരുന്നോ? അതൊക്കെ നടക്കണം. ബുദ്ധിയില്ലാതെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടി. ദയവേത് നിധി എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നിധിക്ക് മുന്നിൽ കരഞ്ഞു കയറുകയാണ് സുധീഷ്. എന്താ സുധീഷ് ഇതെങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല നിധി. എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. നിധിക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷേ മനസ്സിൽ ഇഷ്ടമുള്ള പെൺകുട്ടിയെ ഒരു രാജകുമാരിയെ പോലെ ആകുമല്ലോ കാണുക. അവർക്കൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കൂലോ.
അങ്ങനെയുള്ള നിധിയെ ഞാനൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചില്ലേ. ഇതൊക്കെ പറയുമ്പോൾ നിധിക്കും എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ആരും തെറ്റ് ചെയ്യാത്തവരായിട്ടില്ല, എല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. സുധീഷ് ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് 4 തവണ ചിന്തിച്ചേ ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട് നിധി. നമ്മുടെ മുമ്പിൽ ഒരവസരമുണ്ടായിരുന്നു, ഇനി അത് വേണ്ട എന്ന് പറയുന്നുണ്ട് സുധീഷ്. എന്താ സംഭവിച്ചത്? ഞാൻ ആ കമ്പനിയിൽ പാർട്ട്ണറായില്ലെങ്കിൽ അതില്ലാണ്ടാകുമോ? ഇത് പോയാൽ മറ്റൊരു ജോലി എന്നെ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് കൊണ്ടുവരാമെന്ന് സുധീഷ് പ്രോമിസ് ചെയ്തില്ലേ? അത് സുധീഷ് നന്നായി ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട് നിധി. ഇനി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടരുതെന്ന് പറയാണ് നിധി. നടന്നതൊക്കെ നമുക്ക് മറക്കാം, ഇനി സുധീഷ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുതെന്ന് പറയുന്നുണ്ട് നിധി. വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി മുന്നോട്ട് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് സുധീഷ്. വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി സുധീഷിൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ്. രാവിലെ മുതൽ ഓടി ഓടി തളർന്നു, ഒരു വക കഴിച്ചിട്ടില്ല. നമുക്കൊരു ചായ കുടിക്കാം, ചായ കുടിച്ചാലേ ജീവൻ തിരികെ കിട്ടൂ, അതാണിപ്പോഴത്തെ അവസ്ഥ. വാന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ച് ഒരു റെസ്റ്റോറൻറ്റിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ് നിധി. ആ സമയം സുധീഷും നിധിയും വരുന്ന കാത്ത ഹാളിൽ ടെൻഷനോടെ നിൽക്കുകയാണ് സുഭാഷും നികേഷും. നികേഷ് ചോദിക്കുകയാണ്, നികേഷ് ഏട്ടത്തി വന്നാൽ ദേഷ്യപ്പെടുമോ? വീട് വിട്ടു പോകുമോ? എടാ ഞാനെങ്ങനെ അറിയും അതൊക്കെ എന്ന് ചോദിക്കുകയാണ് ഹരീഷ്. സുഭാഷ് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിധി വീട് വിട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ്. ആ സമയം സുധീഷും നിധിയും അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും ടെൻഷനോടെ നിധിയെ നോക്കുകയാണ്. എല്ലാവരും എന്താ എങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുഭാഷ് ഏട്ടൻ വന്നു, നിങ്ങൾ രണ്ടുപേരും വന്നില്ല. എന്താണ് ഏതാണ് എന്നറിയാതെ ഒരു ടെൻഷൻ എന്ന് പറയാണ് ഹരീഷ്. അതാണോ? ഒന്നുമില്ല ഹരീഷ്, ഞാനും സുധീഷും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. സുധീഷിനെ ട്രാവൽസിലേക്ക് കൊണ്ടുപോയി. സുധീഷ് തോമസ് ചേട്ടന് സോറിയൊക്കെ പറഞ്ഞു. സോറി പറഞ്ഞ ഉടനെ തോമസ് ചേട്ടൻ നോർമലായി. രാവിലെ ജോലിക്ക് വരാനൊക്കെ അയാൾ സുധീഷിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് നിധി. എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമിക്ക് സുഭാഷ് ഏട്ടാ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയതാ. ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ്. ഇത് കണ്ട് കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞിട്ട് കാര്യമില്ല, കാല് പിടിച്ച് പറയാണ്ട് നിധി. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ കാല് പിടിക്കുകയാണ് സുധീഷ്. എന്താണ് സുധീഷ്, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് സുഭാഷ്. എടുത്ത പണം എത്രയും പെട്ടെന്ന് തിരിച്ചു വയ്ക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതൊന്നും നടന്നില്ല സുഭാഷ് ഏട്ടാ. തോമസ് ചേട്ടൻ വന്ന് ചോദിച്ചപ്പോഴെങ്കിലും ഞാൻ സത്യം പറയണമായിരുന്നു, പക്ഷേ ഭയത്തിൽ തോമസ് ചേട്ടനോടും കള്ളം പറഞ്ഞു. പക്ഷേ ഇതിനായി സുഭാഷ് ചേട്ടനെയും എല്ലാവരെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് സുധീഷ്. സാരമില്ല സുധീഷ്, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു എന്ന് പറയുന്നുണ്ട് സുഭാഷ്. മോള് ക്ഷമിക്കണം, ഇവന് വേണ്ടി ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് സുഭാഷ് നിധിയോട് പറയുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ ഇത്? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമ പറയുകയാണോ? ഇനി നടന്നതിനെക്കുറിച്ച് ആരും വിഷമിക്കരുത്, എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറയുകയാണ് നിധി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നിധി മുറിയിലേക്ക് പോവുകയാണ്. ഏട്ടത്തി ഇവിടെ നിന്ന് പോകുമെന്ന് ഞാൻ ആകെ ഭയന്നു എന്ന് പറയുന്നുണ്ട് നികേഷ്. അതുണ്ടായില്ലല്ലോ, അത് ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് നികേഷ്. ആ സമയം ഞാനും ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഏട്ടത്തി സുധീഷേട്ടനോട് ക്ഷമിച്ചു എന്ന് പറയാണ് ഹരീഷും. ആ സമയം സുധീഷ് നീ അകത്തേക്ക് ചെല്ലുക, സ്റ്റേഷനൊക്കെ പോയി വന്നതല്ലേ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാമെന്ന് പറയുന്നുണ്ട് സുഭാഷ്. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. ഞാൻ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഭയന്നു, ഭഗവാൻ കാത്തു, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. ശരിയാ സുഭാഷ് ഏട്ടാ, ഇങ്ങനെയുള്ള തെറ്റൊക്കെ ക്ഷമിക്കണമെങ്കിൽ വലിയ മനസ്സ് വേണമെന്ന് പറയാണ് നികേഷ്. എനിക്കിപ്പോഴാണ് സമാധാനമായത്, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തു വയ്ക്കാമെന്ന് പറയാണ് സുഭാഷ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. അച്ഛാ എങ്ങോട്ടും പോകരുതെന്ന് സുഭാഷ് പറയുന്നുണ്ട് ഭാസ്കരനോട്. അച്ഛാ എങ്ങോട്ടും പോകല്ലേ, ഇവിടെ തന്നെ ഇരിക്കേട്ടോ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. തുടർന്ന് ഉറങ്ങാനായി പായൊക്കെ ഇടുന്നുണ്ട് ഹരീഷും സുഭാഷും കൂടിയിട്ട്. സുധീഷ് വിഷമത്തോടെ ഇരിക്കുന്ന കണ്ട് ഇതെന്താ സുധീഷ് ഏട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നികേഷ്. ഞങ്ങളെല്ലാവരും നിങ്ങളോട് ക്ഷമിച്ചല്ലോ, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഏട്ടത്തി ഇവിടെ വന്ന് കയറി വന്നിട്ട് ഞാനിവിടെ ഇനി താമസിക്കില്ല എന്ന് പറയുമോയെന്നൊക്കെ ഞങ്ങൾ പേടിച്ചു. ഏട്ടത്തി എന്തായാലും അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നികേഷ്. ഏട്ടത്തി സുധീഷ് ഏട്ടനോട് ദേഷ്യപ്പെട്ടതേ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നികേഷ്. ഏട്ടനോട് അസൂയ കൊണ്ട് ചോദിച്ചതാണെന്നല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട് നികേഷ്. അതിനാണ് എനിക്കും ആശ്ചര്യം, അവളെന്നോട് ദേഷ്യപ്പെട്ടതേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ പറഞ്ഞു വിട്ടു, എല്ലാം കഴിഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീട് വിട്ട് പോകുന്നൊക്കെ പറയുന്ന ഞാനും ആ സമയം വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ്. പക്ഷേ അവളെന്താ പറഞ്ഞതെന്നറിയോ, സുധീഷ് ചെയ്തത് വലിയ തെറ്റാണ്, പക്ഷേ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഉപദേശിക്കുകയാണ് ചെയ്തത്. എൻ്റെ സ്ഥാനത്ത് നിന്ന് നന്നായി ചിന്തിച്ച് എന്നെ നന്നായി മനസ്സിലാക്കി എന്നെ അവൾ സമാധാനിപ്പിക്കുകയായിരുന്നു. എന്നെ അവൾ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലായിരുന്നു.
ആ സമയം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരികയും എനിക്കെല്ലാം ചെയ്യാനും മുമ്പിൽ തന്നെ നിന്നു. ഓഫീസിൽ പോയി പണം മടക്കി വാങ്ങി തോമസ് ചേട്ടൻ്റെ അടുത്ത് പോയി പണം കൊടുത്ത് തോമസ് ചേട്ടനെ പോലീസിൽ കൊണ്ടുവന്ന കംപ്ലൈൻറ്റ് പിൻവലിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ കുട്ടിക്ക്? നിന്നെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പുറത്തിറക്കി. ഇങ്ങനെയൊരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിൽ വന്നതിന് നീ ദൈവത്തിനോട് നന്ദി പറയണം. അതേ നോക്ക് സുധീഷേ, ഇനിയും നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കുകയാണെന്ന് വിചാരിക്കേണ്ടി വരും ഇവിടെ എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷും. തുടർന്ന് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ കണ്ണെറിഞ്ഞ് സുധീഷ് നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുകയാണ്. പിന്നീട് രാവിലെ സുഭാഷിനെ അടുക്കളയിൽ സഹായിക്കുകയാണ് കേട്ടോ നിധി. ആ സമയം മോളെ നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ല പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് നിധി. സോറി മോളെ, അവിടെ പ്രശ്നമായതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാനിവിടെ ജോലി നോക്കിക്കോളാം, പാർട്ട്ണർഷിപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നിധി. ഞാൻ ഓഫീസിലേക്കൊക്കെ പോകും, ഓഫീസൊക്കെ റെഡിയാക്കാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ ഞാൻ വീട്ടിലുണ്ടാകും. പിന്നീട് ഭാസ്കരൻ ഇത്ര കാലം ജയിലിൽ പോയതിനാണ് ഞാനെന്ന് നീയൊക്കെ എന്നെക്കുറിച്ച് പറയുമായിരുന്നല്ലോ. ഇപ്പോൾ നീയും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ ജീവിക്കാൻ നോക്കുന്നൊക്കെ സുധീഷിനോട് പറയുന്നുണ്ട്. ആ സമയം സുധീഷിനെ ഒരു ഓട്ടത്തിന് തോമസ് ചേട്ടൻ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് നീതു വരുന്നുണ്ട്. സുധീഷ് ചേട്ടനോട് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീതു. നീ എന്താ രാവിലെ വന്നത്? ശരിയാണ്, ഞാൻ പണം മോഷ്ടിച്ചു, നിധിയാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്, അത് ചോദിക്കാനാണോ രാവിലെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് നീരസത്തോടെ സുധീഷ്. എന്താ സുധീഷ് ഏട്ടാ ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എന്താടാ എല്ലാം പറഞ്ഞോ നീ? രാവിലെ തന്നെ ചോദ്യം ചെയ്യാനായി വന്നല്ലോ, നാട്ടിലെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്ന് പറയുന്നുണ്ട് സുധീഷ്. ആ സമയം എൻ്റെ സുധീഷ് ഏട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സുധീഷ് ഏട്ടൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ ആരെങ്കിലും പറയുമോ? എല്ലാം